യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കുവാനും ദൈവവചനം കേൾക്കുവാനും തക്കോണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീക ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങളായിരുന്നു. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. അതായത് നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തെക്കുറിച്ചാണ് ഈ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് കാണുന്നത്. ഈ നാശത്തിലേക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ സത്യത്തെ അവർ തിരസ്കരിച്ചുകൊണ്ട്, മനഃപൂർവ്വമായി തിരസ്കരിച്ചുകൊണ്ട് മറ്റ് ഒന്നിലേക്ക്, അതായത് ഒരു മിഥ്യാധാരണയുടെ അടിസ്ഥാനത്തിൽ പോകുന്നവരെ ആളുകളെയാണ് ഇവിടെ നാശത്തിലേക്ക് പോകുന്നവർ എന്ന് അർത്ഥമാക്കുന്നത്. നമ്മൾ കേവലം കർത്താവ് യേശുക്രിസ്തുവിനെ അറിയുക മാത്രമല്ല, നമ്മൾ രക്ഷിക്കപ്പെടുക മാത്രമല്ല, നമ്മൾ സ്നാനപ്പെടുക മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുക മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നതായ ഒരു ജീവിത ശൈലിയുള്ളവർ ആയിരിക്കണം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നും പ്രവർത്തിച്ചു നേടാൻ കഴിയത്തില്ല. പക്ഷേ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുന്നത് നാം ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടതിൻ്റെ പ്രാധാന്യത, ദൈവവചനം അനുസരിച്ച് ജീവിക്കേണ്ട പ്രാധാന്യത തുടങ്ങിയതായ കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ 9-ാമത്തെ വാക്യത്തിൽ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത എന്നുള്ള ഒരു വാക്ക് കാണുന്നുണ്ട്. എന്താണ് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത എന്ന് പറയുന്നത്? ആ വാക്യത്തിന് അർത്ഥം അന്തിക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്നുള്ളതാണ്. ഇന്ന് ലോകം മുഴുവനും, ഒരുപക്ഷെ ലോകത്തിന് അറിയില്ലെങ്കിലും ദൈവവചനം അറിയുന്നവരെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒന്നാണ് അന്തിക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത്. അത് നമ്മളുടെ സംസ്ഥാന മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ അദ്ദേഹം വിശ്വസിക്കുന്നില്ല, അദ്ദേഹം അത് അറിയുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രിയോട് ചോദിച്ചാൽ അദ്ദേഹം വിശ്വസിക്കുന്നില്ല, അറിയുന്നില്ല. ലോകത്തിലുള്ള മറ്റേത് രാജ്യതലവന്മാരോട് ചോദിച്ചാലും അവർ വലിയ പ്രാധാന്യം കൊടുക്കാത്തതായ ഒരു ബൈബിൾ ടോപ്പിക് എന്നോണമാണ് അന്തിക്രിസ്തുവിനെ ലോകം കാണുന്നത്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം അത് വളരെ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് വേണ്ടി വായിച്ചതായ ഒരു വാക്യമുണ്ടല്ലോ, ആ വാക്യത്തിലേക്ക് കടന്നിട്ട് നമ്മൾ ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് കടക്കുവാൻ ആഗ്രഹിക്കുന്നത്. 2 തെസ്സലോനിക്കരുടെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകാൻ മാത്രം വേണം. അവിടെ തടുക്കുന്നവൻ എന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. എന്നാൽ അധർമ്മത്തിന്റെ മർമ്മം എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ കാലം മുതൽ തന്നെ ഈ അന്തിക്രിസ്തു വെളിപ്പെട്ടില്ലായിരുന്നെങ്കിലും അതിൻ്റെതായിട്ടുള്ള മർമ്മം, അതിൻ്റെതായിട്ടുള്ള ആ ഒരു സ്പിരിറ്റിന്റെ വ്യാപാര ശക്തി അന്നു മുതലേ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നു. അല്പം വളരെ നീണ്ട ഒരു വേദഭാഗമാണ്, എങ്കിലും നമുക്ക് ആ വാക്യം വായിക്കാം. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് 1-ാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അത് മനുഷ്യർ കാണുക ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന്റെ പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ടതും പ്രസക്തമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വെച്ചാണ് ആളുകൾ വിവേചിക്കുന്നത് ദൈവത്തിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ എന്നുള്ളത്. പലപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാൽ നമ്മൾ എന്താ വിചാരിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നു ഇത് ദൈവത്തിൽ നിന്നാണ്. എന്താണ് പലരുടെ മൈൻഡ് സെറ്റിൽ ഉള്ള ഒരു കാര്യം? അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ്. അവിടെയാണ് പിശാച് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, ചൂഷണം ചെയ്യുന്നത്. എന്താണ്? ദൈവത്തിന് മാത്രമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ കഴിയത്തുള്ളെങ്കിൽ പിശാച് പറയുന്നു എനിക്കും അത് ചെയ്യാൻ കഴിയും. നമുക്ക് ഈ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്, മോശ ഫറവന്റെ മുമ്പാകെ തൻ്റെ വടിയെടുത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു. അപ്പോൾ രാജാവ് അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പ്രവാചകന്മാർക്കും ഇത് ചെയ്യാൻ സാധിക്കും. നോക്കൂ, അവരും അത് ചെയ്തു.
അല്ലേ? അപ്പോൾ അത്ഭുതങ്ങൾ പിശാചിന് ചെയ്യാൻ സാധിക്കും. അതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. പിശാച് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആളുകളുടെ ചിന്ത എന്താ? ദൈവത്തിന് മാത്രമേ അത്ഭുതം ചെയ്യാൻ കഴിയത്തുള്ളൂ. എവിടെങ്കിലും ഒരു പ്രത്യേക സംഭവം നടന്നാൽ നമ്മൾ പറയുന്നു അത് ദൈവമാണ്. ഒരു കല്ല് മുളച്ചു വന്നു, അല്ലെങ്കിൽ ഒരു വിഗ്രഹം മുളച്ചു വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിമയിൽ നിന്ന് കണ്ണുനീരൊഴുകി, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുതാപരമായ മാറ്റം സംഭവിച്ചു എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അത് ഒരു അത്ഭുതമാണ്, അതുകൊണ്ട് ഈ അത്ഭുതം ചെയ്യുന്നത് ദൈവമാണ്, അതുകൊണ്ട് എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ ഇവിടേക്ക് വന്ന് നേർച്ച കഴിക്കുക, കാഴ്ച കൊടുക്കുക, നിങ്ങളുടെ വരുമാനം കൊടുക്കുക. ഇതെല്ലാം അവരെ പ്രലോഭിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള സാമ്പത്തിക കാര്യങ്ങൾ കാണുമ്പോഴേ നമ്മൾ മനസ്സിലാക്കിക്കണം ഇതൊന്നും ദൈവീകമല്ല എന്നുള്ളത്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലോ, അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ആസ്പദമാക്കിയല്ല അത് ദൈവീകമാണോ സാത്താനികമാണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. മറിച്ച് അവർ പറയുന്നതായ സന്ദേശമാണ്. അവർ പറയുന്നതായ സന്ദേശം ദൈവവചനത്തിന് അടിസ്ഥാനമായിട്ടുള്ളതല്ലെങ്കിൽ അത് പൈശാചികമാണെന്നുള്ള ഒരു വിവേചനത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും അത് വിലയിരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ യോഹന്നാൻ അപ്പോസ്തലൻ താൻ പത്മോസ് ദ്വീപിലായിരുന്ന സമയത്ത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാട്, റെവലേഷൻ, ദൈവിക ദൂത്, പ്രവചനം ദൈവം തൻ്റെ ദാസന് കൊടുത്തു. അതെല്ലാം തന്നെ താൻ എഴുതി നമുക്ക് വെളിപ്പാട് പുസ്തകം എന്ന പേരിൽ നൽകപ്പെട്ടിരിക്കുക. ഇതിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ അടയാളപരമായിട്ടുള്ള, സിംബോളിക് ആയിട്ടുള്ള വെളിപ്പാടുകളാണ്. അവയെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴാണ് ശരിയായിട്ടുള്ള ഭാവികാല സംഭവങ്ങളെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് ചുരുക്കം ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഒരു ദൈവിക തൃത്വം ഉണ്ട് എന്നുള്ള കാര്യം. ഒരുപക്ഷെ തൃത്വവാദ നിഷേധികളായ ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടാകാം. പക്ഷേ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, തൃത്വം എന്നുള്ള വാക്ക് ബൈബിളിൽ ഡയറക്റ്റ് പറയുന്നില്ലെങ്കിലും തൃത്വം വളരെ എവിഡന്റ് ആണ്. അതുപോലെ തന്നെയാണ് സാത്താനിക തൃത്വം. അതും നേരിട്ട് പറയുന്നില്ലെങ്കിലും നമുക്ക് ഈ സാത്താനിക തൃത്വത്തെ കാണുവാൻ സാധിക്കും. അതായത് വെളിപ്പാട് പുസ്തകം 12, 13, 14 അധ്യായങ്ങളിൽ ഈ സാത്താനിക തൃത്വം പ്രവർത്തിക്കുന്നത് നമുക്ക് വളരെ എവിഡന്റ് ആയിട്ട്, തെളിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുവരുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സാത്താൻ മൃഗത്തിന് അധികാരം കൊടുത്തു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ സാത്താനെ വിശേഷിപ്പിക്കുന്നത് സർപ്പം എന്നായിട്ടാണ്. സർപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു പോകും. കാരണം സർപ്പമാണ് ഹവ്വായെ ഉപായത്താൽ ചതിച്ചത്. നോക്കൂ, സർപ്പം എന്ന് പറയുമ്പോൾ ഒരു സർപ്പം വന്ന് ചതിച്ചു എന്നുള്ളതല്ല, സാത്താൻ പാമ്പെന്നവണ്ണം ഹവ്വയുടെ അടുക്കൽ കടന്നു വന്നു. പിന്നീട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട് സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. അങ്ങനെയാണെങ്കിൽ പിശാചിന്റെ ഒരു റെവലേഷൻ, ഒരു വെളിപ്പാട്, പ്രത്യക്ഷത ഒരു സർപ്പം എന്നവണ്ണമാണ്. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ഡ്രാഗൺ എന്നാണ് പറയുന്നത്. ഒരു ചുവന്ന സർപ്പം എന്നവണ്ണം അത് വളരെയധികം വ്യക്തമായി പറയുന്നുണ്ട്. അതേ ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ ദൈവത്തിനെതിരായി ആന്റി ഗോഡ് അല്ലെങ്കിൽ ആന്റി ഫാദർ, ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ഒരു സാത്താനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നമുക്ക് ബൈബിളിന്റെ ആദ്യം മുതൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. രണ്ടാമതായിട്ട് അന്തിക്രിസ്തു, അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലാണ്. അന്തിക്രിസ്തു എപ്പോഴും കർത്താവ് യേശു ക്രിസ്തുവിനെ എതിരിടുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു പൈശാചിക ആത്മാവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ അന്തിക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം എന്നവണ്ണമാണ്. വളരെ കുറച്ചു കാലം മാത്രമേ അന്തിക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും നമുക്ക് അവിടെ വ്യക്തമായി മനസ്സിലാക്കും. മൂന്നാമതായിട്ട് കള്ളപ്രവാചകൻ, ഫോൾസ് പ്രൊഫറ്റ്, അത് നമുക്ക് കാണാൻ കഴിയുന്നത് 14-ാം അധ്യായത്തിലാണ്. അതായത് ഭൂമിയിൽ നിന്നും വരുന്നതായ മൃഗം, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എതിരിടുന്നു. അതിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ആളുകൾ അന്തിക്രിസ്തുവിനെ ആരാധിക്കുവാൻ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നതായ ഒരു മൃഗമാണ് ഈ കള്ളപ്രവാചകൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു കാലഘട്ടത്തിൽ പിശാച് കള്ളപ്രവാചകൻ എന്നോണമാണ് പ്രവർത്തിക്കുന്നത്. അവന്റെ വ്യാപാര ശക്തിയുടെ ഒരു മുഖമുദ്ര, ഫേസറ്റ് എന്ന് പറയുന്നത് കള്ളപ്രവാചകന്റെ മുഖമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതിനെക്കുറിച്ചാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 11 മുതൽ 14 വരെ വായിക്കുന്നത്. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു,
അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അതായത് കുഞ്ഞാടിനെ പോലെ തന്നെ ഇരിക്കും. നമുക്കറിയാം, ദൈവമക്കളെ പലപ്പോഴും ആടുകളായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് വിശുദ്ധ ബൈബിളിൽ. ഞാൻ ചെന്നായ്ക്കളുടെ നടുവിൽ നിങ്ങളെ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു, അല്ലേ? അപ്പോൾ ഇവരെ കണ്ടാൽ ദൈവമക്കളാണെന്നേ നമുക്ക് തോന്നുകയുള്ളൂ. ഇവരെ കണ്ടാൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരായിട്ട് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷെ ഇതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. ഈ 2 കൊമ്പ് കാണിക്കുന്നത് 2 അധികാരത്തെയാണ്. ഞാനതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരു കൊമ്പ് രാഷ്ട്രീയ അധികാരത്തെയും മറ്റൊരു കൊമ്പ് ആത്മീയമായ മതാധികാരത്തെയും കുറിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ പവേഴ്സ്, അതേപോലെ തന്നെ ഈ റിലീജിയസ് പവേഴ്സ് ഇന്ന് അനേകരിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ അടുത്ത സമയത്തൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ആത്മീയരായ ആളുകൾ പോലും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നത്, രാഷ്ട്രീയ കാര്യങ്ങളിൽ വളരെ ആക്റ്റീവായി ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യേണ്ട എന്നൊക്കെ പറയുന്നത്, ഇതെല്ലാം തന്നെ ഈ ഒരു എതിർക്രിസ്തുവിൻ്റെ, അന്തിക്രിസ്തുവിൻ്റെ വ്യാപാര ശക്തിക്കൊത്തോണമുള്ള കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ആരെയും വിമർശിക്കാൻ പറയല്ല കേട്ടോ. പക്ഷേ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നുള്ള സംഭവങ്ങളെ വിലയിരുത്തി തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അതിൽ ആരെയും ഭയക്കാനില്ല. ഈ സന്ദേശം തീർച്ചയായിട്ടും അനേകരെ വിടുവിക്കാൻ കഴിയുന്ന സന്ദേശമാകുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് ഡ്രാഗൺ സംസാരിക്കുന്ന പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. അതായത് പിശാചിന്റെ സംസാരത്തിന്റെ പ്രത്യേകത എന്താ? പിശാചിന്റെ സംസാരം ഉപായത്തിന്റെ സംസാരമാണ്. ഉപായത്തിന്റെ സംസാരം, അതായത് ഉപായത്തോടുകൂടെ വഞ്ചിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ സംസാരിക്കുന്ന ശൈലിയാണ് ഈ കള്ളപ്രവാചകന്മാരുടെ ശൈലി എന്ന് പറയുന്നത്. നമ്മൾ ഈ ശൈലി കാണുമ്പോഴേ മനസ്സിലാക്കിക്കോണം, ഇത് പിശാചിൽ നിന്ന് വരുന്ന ശൈലിയാണ്. ഞാൻ ഈ സന്ദേശം ഇന്ന് പൂർത്തിയാക്കിയില്ലെങ്കിൽ അടുത്ത ദിവസം ഇതിന്റെ ബാക്കിയായിട്ടുള്ള ഭാഗം ശുശ്രൂഷിക്കുന്നതാണ്. പക്ഷെ നമ്മളിവിടെ കണ്ടതുപോലെ സർപ്പം എന്ന പോലെയാണ് ഈ കള്ളപ്രവാചകന്മാർ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് വ്യാപരിക്കുന്നതായ ഈ സാത്താന്റെ വ്യാപാര ശക്തി എന്ന് പറയുന്നത് കള്ളപ്രവാചകന്റെ വ്യാപാര ശക്തിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അവർ എങ്ങനെ സംസാരിക്കുന്നു? അവർ സംസാരിക്കുന്നത് ഈ സർപ്പം എന്നവണ്ണമാണ്. എങ്ങനെയാണ് സർപ്പം സംസാരിച്ചത്? നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ സർപ്പത്തിന്റെ സംസാരം കേട്ടതാണ്, അല്ലേ? സർപ്പം എന്താ ഹവ്വയോട് വന്ന് പറഞ്ഞത്? നിങ്ങൾ ഈ ഫലം കഴിക്കരുതെന്ന് ദൈവം വാസ്തവമായിട്ടും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? വാസ്തവമായിട്ടും. അതൊരു കൺഫ്യൂഷൻ വേർഡാണ്. അതൊരു വളരെ ആശയസംഘർഷത്തിലേക്ക് ഹവ്വയെ കൊണ്ടുപോകുന്ന ഒരു സംസാരമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു ആശയക്കുഴപ്പം ഹവ്വയിൽ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ സംസാരിക്കുന്നു. ഇന്ന് പലപ്പോഴും പലരും സംസാരിക്കുന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിലല്ലേ, അല്ലാതെ നമുക്ക് ദൈവവചനത്തെക്കുറിച്ചുള്ള വ്യക്തത കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ല. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സഭയിൽ പ്രസംഗിച്ചപ്പോൾ എന്നോട് അവിടെയുള്ളൊരു ദൈവദാസൻ പറഞ്ഞു, ഇത്രയും ക്ലാരിറ്റിയോടുകൂടെ പഠിപ്പിക്കുന്നു വേണ്ട, ഈ എല്ലാ കാര്യങ്ങളും ഈ ആളുകൾ അറിയേണ്ടത് ആവശ്യമില്ല, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, ഇവരെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കേണ്ട, അങ്ങനെ പഠിച്ചാൽ ഇവർ വിശ്വാസത്തിൽ നിന്ന് പോകുമെന്നുള്ളത്. എനിക്ക് ആ ലോജിക്ക് പിടിയിട്ടില്ല. ഇവരെങ്ങനെ വിശ്വാസത്തിൽ നിന്ന് പോകുന്നത്? വചനം കൂടുതൽ പഠിക്കുമ്പോൾ അവർ ദൈവത്തോട് അടുക്കുകയല്ലേ വേണ്ടത്? പിന്നെ എങ്ങനെയാണ് അവർ ഈ വിശ്വാസത്തിൽ നിന്ന് തെന്നിപ്പോകുന്നത്? പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ദൈവത്തിൽ നിന്നുള്ള വിശ്വാസമല്ല, ഈ വ്യക്തിയോടുള്ള വിശ്വാസത്തിൽ നിന്നും ആളുകൾ പിന്മാറിപ്പോകുമെന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അന്നേ എനിക്ക് മനസ്സിലായി, ഇതൊരു വലിയൊരു വ്യാപാര ശക്തിയാണ്. ഞാനിന്ന് നിങ്ങളോട് പറയട്ടെ, ദൈവവചനം വായിക്കണം. ഒരു കാലത്ത് ചില സഭകൾ ബൈബിൾ വായിക്കുവാൻ വിശ്വാസികൾക്ക് അധികാരമില്ലാതിരുന്ന കാലം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അവരെ വിട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുമെന്നുള്ളതും വിഗ്രഹാരാധന വിട്ട് സത്യദൈവത്തിലേക്ക് തിരിയുമെന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ വിശുദ്ധ ബൈബിൾ വായിക്കുന്നതെന്ന് അവരെ വിലക്കുകയാണ്. അതുപോലെ തന്നെയാണ് 10 കൽപ്പനകളിൽ വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്നുള്ള കാര്യം ഒഴിവാക്കുന്നതായ പ്രവണതയും അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ബൈബിളിൽ ഇല്ലാത്തതായ പുസ്തകങ്ങൾ ബൈബിളിനോട് ചേർത്ത് വെച്ച് വിഗ്രഹ ആരാധനയും മറ്റ് പുണ്യവാളന്മാരെയും ആരാധിക്കാനുള്ള വചനങ്ങൾ അതിൽ ചേർത്ത് വെച്ചുകൊണ്ട് പെരുമാറുന്നത്. ഇതൊക്കെ സത്യത്തെ തടുക്കുന്നതും സത്യത്തെ മറച്ചു വെച്ച് ജീവനുള്ള ദൈവത്തിനടുക്കിലേക്ക് ചെല്ലാതെ വണ്ണം ജനത്തെ തടയുന്നതായ ഈ കള്ളപ്രവാചകന്റെ ശക്തിയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഞാൻ ഈ ഒരു ചിന്ത അടുത്ത ദിവസങ്ങളിൽ തുടരുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ശുശ്രൂഷയുടെ ഭാഗമാണോ? അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം കണ്ടുകൊണ്ട് അതിനെ വിവേചിച്ചുകൊണ്ട് ആത്മീയമെന്ന് തെറ്റിദ്ധരിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നതായ ഒരു സമൂഹത്തിലാണോ ഞാൻ ആയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും ഞാൻ പിന്മാറേണ്ടിയിരിക്കുന്നു.
അതിനെ ഞാൻ വിട്ട് ഓടിപ്പോകേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ സത്യത്തിലേക്ക് തിരിയുക, ദൈവവചനത്തിലേക്ക് തിരിയുക. അതിനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം പറയുമ്പോൾ എനിക്കും ഇത് ബാധകമാണ്. ഞാനും എൻ്റെ ശുശ്രൂഷകളെ വിലയിരുത്തേണ്ടതായ ഒരു സന്ദർഭമാണ്. അത്ഭുതങ്ങൾ സംഭവിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, അത്ഭുതങ്ങളുണ്ടാകാം. എൻ്റെ ശുശ്രൂഷയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ വെളിപ്പെട്ടതായ അനുഭവങ്ങളുണ്ട്. പക്ഷേ അതൊരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ മറച്ചുകൊണ്ടല്ല, മറിച്ച് ദൈവവചനത്തെ നിർമ്മലമായി പ്രസംഗിച്ചുകൊണ്ട്, ഒന്നും മറച്ചു വയ്ക്കാതെ സംസാരിച്ചുകൊണ്ട് വേണം അങ്ങനെയുള്ള ശുശ്രൂഷകളിൽ ഞാൻ ഏർപ്പെടുവാൻ. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു അനേകം പേര് നിത്യനാശത്തിൽ നിന്നും വിടുവിക്കപ്പെടുന്ന ദിവസമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേകർ പിശാചിൻ്റെയും കള്ളപ്രവാചന കയ്യിൽ നിന്നും വിടുവിക്കപ്പെടുന്ന ദിവസമാണ്. കർത്താവേ, ഇന്ന് അത് സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരിൽ ആർക്കെങ്കിലും ആശയക്കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഇന്ന് ദൈവവചനത്താൽ അതെല്ലാം മാറി ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുവാൻ അങ്ങയുടെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേ ദൈവവചനത്തിലുള്ള വിടുതൽ നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. കേവലം ശാരീരികവും മാനസികവും എന്നുള്ള വിടുതലിനേക്കാൾ ഉപരി അതേ ആത്മീയമായൊരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ വചനഭാഗങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങളെ വിളിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആത്മീയ കൂട്ടായ്മ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.